സുഹൈൽ മുഹമ്മദ് കൂടി നമുക്കൊപ്പം ചേരുന്നു. സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികൾ എങ്ങനെയാണ് സുഹൈൽ? ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. രാവിലെ എഴുന്നേറ്റപ്പോൾ വലിയ കോടയായിരുന്നു. ഇപ്പോൾ ഈ സൂര്യൻ ഉദിച്ചപ്പോഴൊക്കെ കോട മാഞ്ഞ അന്തരീക്ഷം തെളിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ നിലമ്പൂരിന്റെ ജനങ്ങളുടെ മനസ്സിൽ ആര് നിലമ്പൂരിൽ തെളിയുമെന്ന് കാത്തിരിക്കുകയാണ് 23 വരെ. ആ ടെൻഷനിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളെല്ലാം പ്രചാരണം നടത്തുന്നത്. ഇനി കൃത്യമായി പറഞ്ഞാൽ 13 ദിവസം മാത്രമാണ് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാനുള്ളൂ. ഈ 13 ദിവസം എന്നത് വളരെ പരിമിതമായ ദിനങ്ങളാണ്. ഈ ദിനത്തിൽ പരമാവധി അതിവേഗത്തിൽ ബഹുദൂരത്തിൽ ജനങ്ങളിലേക്ക് എത്തുക എന്ന സ്ട്രാറ്റജിയിൽ തന്നെയാണ് ഇലക്ഷൻ ക്യാമ്പയിനുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. LDF-ഉം UDF-ഉം NDA മുന്നണിയും അതീവ സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിലുണ്ട്. ഈ മൂന്ന് മുന്നണികളും നിലവിൽ പ്രചാരണം നടത്തുന്നത് ഈ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ്. ഓരോ ദിവസം 1-2 പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് അതിൽ എല്ലാ വാർഡുകളിലും പരമാവധി വാഹനത്തിലടക്കം എത്തിച്ചേർന്ന് വോട്ടർമാരെ കാണുന്ന ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയാണ് നിലവിൽ മൂന്ന് മുന്നണികളും അനുവർത്തിക്കുന്നത്. UDF എന്ന് പ്രധാനമായും എടക്കര പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണ് പ്രചാരണ പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒപ്പം കരുളായി പഞ്ചായത്തിലും പ്രചാരണ പരിപാടിയുണ്ട്. എടക്കരയിൽ സണ്ണി ജോസഫ് MLA KPCC അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയെത്തും. LDF-നെ സംബന്ധിച്ചിടത്ത് LDF എന്ന് ഫോക്കസ് ചെയ്യുന്ന മണ്ഡലം മൂത്തേടമാണ്. മൂത്തേടം പൊതുവെ UDF അനുകൂല മണ്ഡലമാണ്. ഇവിടെയാണ് ഇന്ന് LDF ക്യാമ്പയിൻ പ്രവർത്തിക്കുന്നത്. മന്ത്രി വി അബ്ദുറഹ്മാൻ അടക്കമുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കളും മന്ത്രിമാരും LDF-ന്റെയും UDF-ന്റെയും ഇവിടെ ഇന്ന് രംഗത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗോതയിൽ എത്തുമെന്ന കാര്യത്തിൽ തന്നെയാണ് നേതൃത്വങ്ങൾ വിശദീകരിക്കുന്നത്. NDA സംബന്ധിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ അല്പം വൈകിയെങ്കിലും തെരഞ്ഞെടുപ്പ് ട്രാക്കിൽ അതിവേഗത്തിൽ ഓടിയെത്താനുള്ള ശ്രമത്തിലാണ്. അതിന്റെ മുന്നോടിയായി തന്നെ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് അടക്കം ഇന്ന് മണ്ഡലത്തിലെത്തുന്നുണ്ട്. ഇന്നാണ് NDAയുടെ കൺവെൻഷൻ നടക്കുന്നത്. മണ്ഡലം കൺവെൻഷൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ സ്റ്റാർ നേതാക്കളേക്ക് ഇറക്കി അതിവേഗത്തിൽ ബഹുദൂരത്തിൽ പരമാവധി വോട്ടർമാരെ കണ്ട് 23ലേക്കുള്ള ആകാംക്ഷയിലും ടെൻഷനിലും സ്ഥാനാർത്ഥികൾ അവരുടെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എസ് കെ. സുഹൈൽ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.